ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വറുത്തരച്ച ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പല നാടുകളിൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി പിന്നെ അതിലേക്ക് കുറച്ച് സവാള ഇട്ടാൽ മതി. ഒരുപാട് സവാള ഇടണം. നമ്മൾ ഓൾറെഡി തേങ്ങയും കൂടെ വറുത്ത് ചേർക്കുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, കുറച്ച് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഇട്ടാൽ മതി. ഓവറായി പോയത് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഈ മസാല നല്ലതുപോലെ മൂത്ത് വേണം. കരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൊമാറ്റോ ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉപ്പും പിന്നീട് ചിക്കനും കൂടി ചേർത്ത് പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി, വേണമെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ വറുത്ത് മാറ്റാം കേട്ടോ. ഞാനിത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ആദ്യം വറുത്തെടുക്കുന്ന തേങ്ങയാണ്, പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങ വറുത്ത് മാറ്റി വെക്കുക, വേറെ ഒന്നും ചേർക്കണ്ട. ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ നല്ലപോലെ ഒരു 95% വെന്തിട്ടുണ്ടാവും. അതിലേക്ക് ഈ തേങ്ങയും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റും കൂടെ അടച്ച് വെച്ച് ആ എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് അടച്ച് വെക്കുന്നത്. ഒരു 10-15 മിനിറ്റ് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ എണ്ണയെല്ലാം തെളിഞ്ഞ് ഇങ്ങനെ ഒരു അടിപൊളി ചിക്കൻ കറി. സാധാരണ എൻ്റെ കൂടെ ചോറാണെന്നല്ല, പക്ഷേ ഞാനിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും ഉണ്ടായിരിക്കും. ബൈ ബൈ.